വിശുദ്ധരോട് ചേർന്ന് വിശുദ്ധ വിൻസെന്റ് പോളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, എല്ലാ തിന്മകളും വിട്ടുകൊടുക്കണം. ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖം നൊമ്പരങ്ങൾ എടുത്തു മാറ്റണം. മനുഷ്യരോട് അനുകമ്പയുള്ളവരായി തീരാൻ കൃപ തരണം യേശുവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. വലിയ അഭിഷേകം ഒഴുകണമേ. ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് പൊതിയണമേ. മാലാഖമാരെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഈ ആരാധന മണിക്കൂർ വലിയ വിടുതൽ നൽകണമേ. എല്ലാവരും ചേർന്ന് പാടി സകല വിശുദ്ധരോട് ചേർന്ന് പാടി സകല മാലാഖമാരോട് ചേർന്ന് പാടി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നദ്ധയിൽ ശാന്തമായി നമുക്കിരിക്കാം. പരസ്നേഹത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ്റെ തിരുനാൾ ദിവസമാണിന്ന്. അപരൻ്റെ കണ്ണിൽ ക്രിസ്തുവിനെ കാണാൻ, അതൊരു നേരത്തെ അന്നത്തിന് വേണ്ടി കരയുന്നവൻ്റെ കണ്ണിൽ ദൈവത്തെ കാണാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ കൃപയില്ല. സ്നേഹമുള്ളവരെ, വിശുദ്ധനായ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാൾ ദിവസമാണ്. കേരള സഭയിലും ആഗോള സഭയിലും കാരുണ്യം എന്നത് ലോകത്തിൻ്റെ ക്രൈസ്തവ മുദ്രയാക്കി മാറ്റാൻ ഈ വിശുദ്ധൻ്റെ ജീവിതം ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഈ കാലഘട്ടത്തിലും ഈ അനുകമ്പ എന്നത് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പങ്കുവെച്ച് കൊടുക്കേണ്ടതാണ് അനുകമ്പ. കർത്താവും പോകുന്ന വഴികളിൽ കണ്ടുമുട്ടിയവർക്കെല്ലാം കാണിച്ചു കൊടുത്തത് അനുകമ്പയായിരുന്നു. അത് പാപിയായിരിക്കാം, തകർന്നവനായിരിക്കാം, രോഗിയായിരിക്കാം. അവരുടെയൊക്കെ ജീവിതത്തിൽ അനുകമ്പ യാചിക്കുന്നവരാ. അവർക്കത് കൊടുക്കുമ്പോൾ അത് വലിയൊരു കൃപയാണ്. യേശുവിൽ കണ്ട ആ വലിയ വെളിച്ചത്തെ തൻ്റെ ജീവിതം കൊണ്ട് സ്വന്തമാക്കിയ വിശുദ്ധ വിൻസെൻ്റ് പോൾ നമുക്ക് ഇന്ന് വലിയ മാതൃകയിലേക്ക് കൊണ്ടുവരാൻ നമ്മെ വിളിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസിൻ്റെ വലിയ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ അനുകമ്പ ചിന്തിക്കുകയും അനുകമ്പ യാചിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനതയുണ്ട്. അവരുടെ മുന്നിൽ എനിക്കും നിങ്ങൾക്കും വലിയ ഒരു ദൈവവിളിയുണ്ട്. അനുകമ്പ കൊടുക്കുക എന്നുള്ളൊരു ദൈവവിളി. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതം ഈ ലോകത്ത് സമൃദ്ധി നൽകാനാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ആരോഗ്യം കൊണ്ട്, നമ്മുടെ സഹായങ്ങൾ കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ട് ഒരു വ്യക്തിക്ക് ഞാനൊരു സഹായമാകുന്നുണ്ടോ? സ്വന്തം കുടുംബത്തിലും അപരൻ്റെ ജീവിതത്തിലും ഞാനൊരു സഹായമാകുന്നുണ്ടോ? അവിടെയാണ് വിശുദ്ധനായ വിൻസെൻ്റ് പോൾ എന്ന ആ വിശുദ്ധൻ്റെ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു വഴിവിളക്കായിട്ട് കടന്നു വരുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിലും വിശുദ്ധ വിൻസെൻ്റ് പോൾ ഈ ആത്മജ്വാല ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളോട് ആവശ്യപ്പെടുന്നത് അനുകമ്പയുള്ള ഒരു മനസ്സുള്ളവരായി മാറണം. അവിടെയാണ് ഈ ജീവിതത്തിൻ്റെ വിശുദ്ധി സ്വന്തമാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് സാംക്രമിക രോഗങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും നാട്ടിൽ കടന്നു വന്നപ്പോൾ ഒത്തിരി നല്ല കരങ്ങൾ ഈ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. വെള്ളപ്പൊക്ക കാലഘട്ടങ്ങളിൽ മനസ്സറിഞ്ഞ് സഹായിച്ച നല്ല വ്യക്തിത്വങ്ങൾ ഇന്നും ഓർക്കുന്ന നല്ല ഓർമ്മകളാണ്. ഇത് തുച്ഛമായ കുറച്ചു പേരുടെ മാത്രം അധ്വാനത്തിൻ്റെ ഫലമാകരുത്. എല്ലാവരുടെ ഉള്ളിൽ ഈ അനുകമ്പയുണ്ട്. മറ്റുള്ളവരെന്നോട് അനുകമ്പ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തു സ്വന്തമാക്കിയ മറ്റുള്ളവരോട് കാണിച്ച അനുകമ്പ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ എങ്ങനെ ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അനുകമ്പ ഈ ലോകത്ത് കൊണ്ടുവരാൻ പറ്റി? വിശുദ്ധ വിൻസെൻ്റ് പോൾ നിറഞ്ഞു നിന്നിരുന്ന 5 സുഹൃതങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഒന്നാമത്തെ ഈ വിശുദ്ധനിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സുഹൃതമായിരുന്നു ക്രൈസ്തവ മൂല്യ വഴികളിൽ ധീരതയോടെ നേതൃത്വം നൽകുക. ക്രൈസ്തവ ജീവൻ തന്നെ ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി വെല്ലുവിളികൾ നമ്മുടെ മുന്നിൽ ഉന്നയിക്കുന്നൊരു കാലഘട്ടത്തിൽ
അവിടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിന്നുകൊണ്ട് നേതൃത്വം നൽകുന്നവരാകണം. അതുകൊണ്ട് വിശുദ്ധൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ സുഹൃതം എന്നത് ക്രൈസ്തവ മൂല്യവഴികളിലെ ധീരമായ നേതൃത്വം. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. പാവങ്ങളുടെ കൂടെ നിൽക്കുന്നവനെ എല്ലാവരും ചിലപ്പോൾ ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് എനിക്കും നിനക്കും ദൈവം തന്നിരിക്കുന്ന ഈ വിശുദ്ധനിലൂടെ നമുക്ക് തന്നിരിക്കുന്ന ഒരു നേതൃത്വമാണ് അനുകമ്പ എന്ന ഒരു നേതൃത്വം. അപ്പസ്തോല പ്രവർത്തനം 13-ാം അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നുണ്ട്, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരുന്നു. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ കണ്ടെത്തിയിരുന്നു. ഈ കാലഘട്ടങ്ങളിലും അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും ചില പൗരോഹിത്യങ്ങൾ ജെസ്സയിൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു ദാവീദിനെ കണ്ടെത്തുന്ന കാലഘട്ടമുണ്ട്. അങ്ങനെ കണ്ടെത്തിയ പല വിശുദ്ധരും ഈ ഭാരതത്തിൽ ഇന്നും ജീവിച്ചു കടന്നുപോയവരാണ്. അഗതികളുടെ അമ്മയായ മദർ തെരേസയ്ക്കും ഈ വിൻസെൻ്റ് പോളിൻ്റെ ജീവിതത്തിലുള്ള വലിയ മാതൃക സ്വന്തമാക്കിയത് കൊണ്ട് ലഭിച്ചതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കും ഈ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ട് ഒരു പുണ്യത്തിൽ വളരാനുള്ള ഒരു വലിയ ലക്ഷ്യബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 35-ാം വാക്യം, യേശു അവരുടെ സിനഗോഗുകൾ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു. നമ്മുടെ ചുറ്റുപാടുകളിൽ മാത്രമല്ല, ലോകം മുഴുവനിലും വേദന അനുഭവിക്കുന്നതിന് വേണ്ടി നീ ഒരു കൈത്താങ്ങായി മാറുമ്പോൾ അനുകമ്പയുടെ വലിയ കൃപ നിനക്ക് സ്വന്തമാകും. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27-ാം വാക്യം, നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നീ നിഷേധിക്കരുത്. നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് ഒരിക്കലും നീ നിഷേധിക്കരുത്. അവിടെയാണ് അനുകമ്പ എന്ന ഒരു ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, വിശുദ്ധൻ്റെ ജീവിതത്തിലെ 2-ാമത്തെ സുഹൃതം ഇതായിരുന്നു, അനുകമ്പയോടുള്ള സ്നേഹ ശുശ്രൂഷ. അനുകമ്പ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യം പോരാ, മറിച്ച് അതിലൊരു സ്നേഹം പൊതിയണം. സ്നേഹം കൊണ്ട് പൊതിയുമ്പോൾ കാര്യമുള്ളൂ. സ്നേഹമുള്ളവരെ, ഒരു പത്രത്തിൽ ഒരു A4 സൈസിലൊരു ഫോട്ടോ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. അത് എൻ്റെ പ്രസ്റ്റീജിന് വേണ്ടി കാണിക്കുന്ന അനുകമ്പയാണോ? മറിച്ച് സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു അനുകമ്പ എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പേരിനും പെരുമയ്ക്കുമല്ല, മറിച്ച് ഞാൻ ചെയ്യുന്നത് ആരും അറിഞ്ഞില്ലെങ്കിലും സ്വർഗത്തിലെ അപ്പൻ അറിയുന്നുണ്ടോ എന്നൊരു അനുകമ്പയുടെ ബോധ്യം നമുക്ക് വേണം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 46-ാം തിരുവചനം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യം പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ദൈവം ചോദിക്കുക, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ മഹിമയ്ക്കാകുമ്പോൾ എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ എന്നെ വിളിക്കുന്നു? സ്നേഹമുള്ളവരെ, അനുകമ്പ സ്നേഹത്തിൽ പൊതിയുമ്പോൾ അതിലൊന്നും പ്രതീക്ഷിക്കില്ല, അതിനൊരു കണ്ടീഷൻസ് ഉണ്ടാവില്ല, കൊടുക്കാൻ മാത്രമുള്ള ഒരു ആഗ്രഹമായിട്ട് മാറും. ഒരു കാലഘട്ടത്തിൽ വലിയ രോഗങ്ങളും വലിയ തകർച്ചകളും വന്ന സമയത്ത് വിൻസെൻ്റ് പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ, ആരും കാണാത്ത ജീവിതങ്ങളുടെ ഇടനാഴികളിൽ കടന്നു ചെന്ന് ആരും അറിയാതെ ചെയ്തു കൂട്ടിയ പുണ്യങ്ങളെ ലോകം പിന്നീട് അറിയിച്ചു വെച്ചു. സ്നേഹമുള്ളവരെ, ഈ ഒരു കരുണയുടെ ദൈവിക സ്വഭാവം നമുക്ക് സ്വന്തമാക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ അനുകമ്പ എന്നത്. മനുഷ്യൻ്റെ അഹം എന്ന പുറംകുപ്പായത്തെ ഊരിക്കളഞ്ഞ് ഉപവി എന്ന പ്രവർത്തനം കൊണ്ട് അവൻ ആഴക്കടലിലേക്ക് എറിയപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ അനുകമ്പ എന്നത്. മനുഷ്യൻ്റെ അഹം എന്ന പുറംകുപ്പായത്തെ വലിച്ചെറിഞ്ഞ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്, ആഴക്കടലിലേക്ക് എറിയണം. ഒന്നും നമ്മുടെ കയ്യിൽ നേട്ടമായിട്ടുണ്ടാവില്ല, ഒന്നും നമ്മുടെ കൂടെ നിൽക്കാത്ത അവസ്ഥ. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ 3-ാമത്തെ സുഹൃതം എന്നത് അടിയുറച്ച ദൈവവിശ്വാസവും ദൈവപരിപാലനയിലുള്ള ആശ്രയത്വമാണ്. അടിയുറച്ച ദൈവവിശ്വാസം. ദൈവം നടത്തുമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും നടക്കുമെന്നുള്ളൊരു വിശ്വാസം. ഞാൻ ഇറങ്ങുന്നത് ഒരു ആഴക്കടലിലേക്കാണ്, ആരും കൂടെയുണ്ടാകില്ല, സമ്പത്തും സൗകര്യങ്ങളും എനിക്കില്ല, എന്നാൽ എൻ്റെ ദൈവം എന്നെ കൈവിടില്ല. അതാണ് അടിയുറച്ച ദൈവവിശ്വാസം. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. സ്നേഹമുള്ള, ഈ കാലഘട്ടങ്ങളിൽ ആകാശപ്പറവ എന്ന ശുശ്രൂഷയിൽ ഒരിക്കൽ ആ ശുശ്രൂഷ കടന്നു വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഈ വിൻസെൻ്റ് പോളിൻ്റെയും വലിയ മാതൃകകൾ ആ ആശ്രമങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും കയ്യിലില്ലെങ്കിലും തമ്പുരാൻ്റെ മുന്നിൽ വിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ അപ്പക്കുട്ടകൾ നിറയുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ അപ്പക്കുട്ട നിറയ്ക്കാൻ വേണ്ടി പലതും കരുതി വെച്ചിട്ട് ദൈവത്തിൻ്റെ വഴി കൈ നീട്ടുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്.
നമ്മൾ ഇന്നും ചൊല്ലിക്കൂട്ടുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആഴം നമ്മുടെ ഹൃദയത്തിലില്ല. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും മുമ്പേ ആഹാരത്തെ കരുതി വെച്ചിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ എങ്ങനെ സ്വർഗത്തിൻ്റെ അപ്പനോട് നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. സഹനമായാലും വേദനയായാലും കഷ്ടതയായാലും അവരുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്നു. 4-മതായിട്ട് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിലെ സുഹൃത വഴി ഇപ്രകാരമാണ്: ദൈവിക പദ്ധതിയുടെ സുതാര്യമായ വക്താവായിട്ട് മാറുക. എൻ്റെ ജീവിതത്തിൽ ദൈവം സുതാര്യമുള്ള വ്യക്തിയായിട്ട് മാറണം. ദൈവം എനിക്ക് തന്ന സുതാര്യത ഞാൻ നഷ്ടപ്പെടുത്തരുത്. ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി നിറവേറ്റാൻ എനിക്കും നിങ്ങൾക്കൊരു സുതാര്യത വേണം. ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് നിറവേറ്റുമെന്ന് ദൈവത്തിന് നല്ല ബോധ്യം ഉണ്ടാകണം നമ്മളെക്കുറിച്ച്. എന്നാൽ മാത്രമേ സ്നേഹമുള്ളവരെ ദൈവം നമ്മളോട് സംസാരിക്കുള്ളൂ. നമ്മൾ പറയുന്നത് അടിച്ചേൽപ്പിച്ച് ദൈവത്തെ അനുസരിപ്പിക്കുന്നവരല്ല ഒരു വിശ്വാസി. അതാണ് വിൻസെൻ്റ് പോളിൻ്റെ ജീവിതം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് വിശന്നും ദാഹിച്ചും വലയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് തന്നെയാണ് തന്നതെന്ന് ഈശോ പറഞ്ഞു വെക്കുന്ന അപ്രകാരമാണ്. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 107:5-6 തിരുവചനം പറയുന്നുണ്ട്, വിശന്നു ദാഹിച്ചു അവർ വലഞ്ഞു, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിക്കും. നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമുക്കുള്ളത് കൊണ്ട് സഹായിക്കുമ്പോൾ അതൊരു നിർവൃതിയായി മാറണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, വിശുദ്ധൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സുഹൃതം ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള തീഷ്ണത. സഹായിക്കുക മാത്രമല്ല, അവൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ കൂടി നമുക്ക് കടമയുണ്ട്. പലപ്പോഴും ഇട്ടുകൊടുക്കുന്ന ഒരു അപ്പക്കഷ്ണത്തിൻ്റെ പേരിൽ നമ്മൾ വില പറയരുത്. ധനവാൻ അങ്ങനെ വില പറഞ്ഞതാ, ഞാൻ അവന് മേശപ്പുറത്തുനിന്ന് അപ്പക്കഷ്ണം ഇട്ടുകൊടുത്തല്ലേ. എന്നാൽ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ധനവാന് ഒരിക്കലും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. സ്നേഹമുള്ളവരെ, പാവങ്ങളെ സഹായിക്കുമ്പോഴും അവൻ്റെ ആത്മാവ് ചെളിയിലാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാനുള്ള കടമയും ഈ അനുകമ്പയുടെ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. പണം കൊടുത്തതുകൊണ്ട് അവൻ്റെ സന്തോഷം ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സെഫാനിയയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാം തിരുവചനം പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം ജനതകൾ വിളിച്ച് പ്രഘോഷിക്കുന്നു, ഏക മനസ്സോടെ അവിടത്തേക്ക് ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി അന്ന് ഞാൻ അവരുടെ അധരങ്ങളെ ശുദ്ധീകരിക്കും. ഈ കാലഘട്ടം നമ്മൾ ഒരുമിച്ച് അനുകമ്പയോടെ ഈശോയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യേണ്ട കാലഘട്ടമാണ്. വിശുദ്ധ ജീവിതം കരുണാർദ്ദ സ്നേഹത്തിൽ ഈ ലോകത്ത് പൊതിഞ്ഞു പിടിക്കേണ്ടതാണ്. അതുകൊണ്ട് പാപങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് പോളിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. കരങ്ങളൊന്ന് കൂപ്പിപ്പിടിച്ച്, പാപങ്ങളുടെ മധ്യസ്ഥനാണ്. നിൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ സാമ്പത്തികമായ തകർച്ചയൊന്നും ഉണ്ടാവില്ല, മനസ്സാക്ഷിയിൽ ഒരു വേദന ഉണ്ടാകാം. സ്നേഹമുള്ളവരെ, ഈ ദിവ്യകാരണത്തിലേക്ക് നമുക്ക് നോക്കാം. കാലഘട്ടങ്ങളെ അറിയുന്നൊരു ദൈവം, അനുകമ്പ മാത്രം ഉണ്ടായിരുന്നിട്ടുള്ളൂ. അവൻ വചനം പങ്കുവച്ച ഇടങ്ങളിൽ ജനം വിശന്നിരുന്നപ്പോൾ അവരോട് ഈശോയ്ക്ക് മനസ്സലിവ് തോന്നി, അനുകമ്പ തോന്നി. സ്വന്തമാണെന്ന് തോന്നിയാലാ അനുകമ്പ തോന്നുള്ളൂ. നമ്മുടെ അപ്പൻ ഭക്ഷണം കഴിച്ചു നമ്മൾ ചോദിക്കാറുണ്ടോ? അപ്പം കഴിച്ചില്ലെങ്കിൽ നമുക്ക് വിശപ്പുണ്ടാകണം. സ്നേഹമുള്ളവരെ, കൊടുക്കാനുള്ളൊരു മനസ്സ് കുടുംബത്തിലുള്ളവരോട് നമ്മൾ അനുകമ്പ കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വന്തം സഹോദരങ്ങളോട് നമ്മൾ അനുകമ്പ കാണിക്കാറുണ്ടോ? അപ്പൻ തന്ന സ്വത്തിൻ്റെ പേരിൽ അതെനിക്ക് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് സാഹോദര്യത്തിൻ്റെ നന്മകൾ നഷ്ടപ്പെടുത്തിയവരല്ലേ നമ്മൾ. കുടുംബത്തിൽ കാണിക്കാത്ത അനുകമ്പ ലോകത്തിൽ എങ്ങനെ നമ്മൾ വരച്ച് കാണിക്കും? കർത്താവേ, അനുകമ്പാർദ്ധമായൊരു ഹൃദയം ഞങ്ങൾക്ക് വെച്ച് തരണം. അങ്ങേക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരോടും അനുകമ്പ കാണിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുകമ്പ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും കാണിക്കേണ്ട കൊടുക്കേണ്ട അനുകമ്പ, നമ്മുടെ കുടുംബത്തിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ കുടുംബത്തിൽ നമ്മെ സഹായിച്ചവരായിരിക്കാം, അവരോട് നമ്മൾ അനുകമ്പ കാണിച്ചിട്ടില്ലേ? സ്നേഹമുള്ളവരെ, ഈശോയുടെ മുന്നിൽ നമുക്ക് മാപ്പ് ചോദിച്ച്, കർത്താവേ, അങ്ങയുടെ അനുകമ്പ നിറഞ്ഞ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കി തരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ ചുറ്റുമുള്ള പാവങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഞങ്ങളുടെ വീട്ടിലേക്കും ഭിക്ഷാടകരായിട്ട് കടന്നു വരാറുണ്ട്. അമ്മച്ചി, അപ്പച്ച, എന്തെങ്കിലും ഒന്ന് തരണം. നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലേ, ഇവിടെ ആരുമില്ല, ഇവിടെ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞ് ഒരു മേശപ്പുറത്ത് നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ആ വ്യക്തികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അതൊരു ഭിക്ഷാടകർ മാത്രമല്ല, ഈ കാലഘട്ടങ്ങൾ നല്ല കുടുംബങ്ങളിൽ പോലും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കരയുന്നുണ്ട്. ആരോടും പറയാനില്ല, ആരുടെ അടുത്ത് മുട്ടിയാലും വാതിൽ തുറക്കാനില്ല. കർത്താവേ, അങ്ങനെയുള്ളവരേക്കും ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദൈവവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ, ഈശോയുടെ അടുത്ത് വന്ന ഒരു വ്യക്തി ചോദിച്ചപ്പോൾ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് അപ്പം എടുത്തു കൊടുത്തു. ഏലിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു അമ്മ അപ്പക്കൊട്ടതിൽ നിന്ന് അപ്പം ഉണ്ടാക്കി കൊടുത്തപ്പോൾ പിന്നെ ഒരിക്കലും ആ മാവ് തീർന്നു പോയിട്ടില്ല. ഈശോയെ, ഞങ്ങളുടെ ചുറ്റുപാടും വേദന അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് ഈ വൈറസിൻ്റെ മേഖലയിൽ ജോലി നഷ്ടപ്പെട്ട് കർത്താവെ, അവരോടൊക്കെ അനുകമ്പ കാണിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർ കൃപ തരണം. ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു സഹായം കൊണ്ടായിരിക്കാം. ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നൊരു ചെറിയ പങ്ക് അവർ കൊടുക്കുമ്പോൾ ഈശോയെ, നിനക്ക് തന്നെയാണ് ഞങ്ങൾ തരുന്നത്. ആരുടെയും ഒരു പ്രശസ്തിയും കിട്ടാതെ കൊടുക്കാനുള്ളൊരു മനസ്സ് കർത്താവ് ഞങ്ങൾക്ക് തരണമേ എന്ന ആഗ്രഹത്തോടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എല്ലാവരെയും ഇതുപോലെ വേദന, ആശുപത്രി വരാന്തകളിൽ ഭക്ഷണം കിട്ടാതിരിക്കുന്നവർ, തകർന്ന ജീവിതങ്ങൾ ഈ വിശുദ്ധൻ നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെ ഈശോയുടെ മുന്നിൽ വിശ്വസിപ്പോൾ പറയാം, മക്കളെ, ഒരു പിടി അരി നീ കൊടുത്താൽ നിന്റെ അപ്പക്കുട്ട ഒരുപാട് നിറയാൻ ദൈവം കൃപ തരും. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്കതിനു വേണ്ടി ആഗ്രഹിച്ച് പാടാം. സ്നേഹം നൽകി യേശുവേ, എന്നിൽ കനിയണമേ. അനുകമ്പാർദ്രമാം സ്നേഹം നൽകി യേശുവേ, എന്നിൽ കനിയണമേ. കർത്താവേ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകളിൽ വേദന അനുഭവിക്കുന്നവർ, മരണദിവസം പോലും ആരും ആശ്വസിപ്പിക്കാനില്ല. കരയുമ്പോൾ ഒന്ന് ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഞങ്ങളെല്ലാം ഉണ്ടെന്ന് പറയാൻ പോലും ഇല്ലാത്തവർ, കർത്താവെ, അനുകമ്പ യാചിക്കുന്ന ഒത്തിരി പേര് ലോകത്തുണ്ട്. സാമ്പത്തിക തകർച്ചയിൽ വീണുപോയവർ, ആശുപത്രിയിൽ ടെസ്റ്റുകൾക്ക് പൈസ അടയ്ക്കാൻ പോലുമില്ല, തൻ്റെ കുഞ്ഞിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരാന്തരകൾ ഓടി നടക്കുന്നവർ, ഒത്തിരി പലിശക്കാരുടെ മുന്നിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കൈ നീട്ടിയിട്ടും കിട്ടാത്ത അവസ്ഥ, അവരുടെ എല്ലാം വേദനകൾ ഞങ്ങൾ സമർപ്പിക്കാം. കർത്താവെ, അങ്ങനെ വേദനയ്ക്ക് ഒത്തിരി പേരുണ്ട്. കർത്താവെ, സാധാരണക്കാരായ മനുഷ്യർ, അവരെല്ലാം ഓർക്കുന്നു. അപ്പൻ ഉപേക്ഷിക്കപ്പെട്ടവർ, അമ്മ ഉപേക്ഷിക്കപ്പെട്ടവർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, കുഞ്ഞുങ്ങളും മാതാപിതാക്കളും, തെരുവിൻ്റെ ഏകാന്തതകളിൽ ആരാണ് എൻ്റെ അപ്പനും അമ്മയെന്ന് ചോദിച്ച് നടക്കുന്നവർ, കർത്താവെ, ഏതെങ്കിലും മനസ്സറിഞ്ഞ കണ്ണുകൾ അവരുടെ മുന്നിൽ ഈ ദിവസം തുറക്കപ്പെടാൻ, അവരുടെ വേദനകളിൽ ഒരു പൊതിച്ചോറായിട്ട് കടന്നു ചെല്ലാൻ ഞങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ, വേദനിക്കുന്നവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതി, യേശുവിനെ പ്രതി അനുകമ്പ കാണിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന ആഗ്രഹത്തോടെ കരങ്ങളൊന്ന് യാചനാപൂർവ്വം പിടിച്ച് നമ്മുടെ മനസ്സിൽ ആരെയെങ്കിലും ഒന്ന് ഓർത്ത് അവരോട് ദൈവമേ കരുണ കാണിക്കണമേ എന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടി. അനുകമ്പാർദ്രമാം സ്നേഹം നൽകി യേശുവേ, എന്നിൽ കനിയണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവെ, പാപത്തിൽ വീണുപോയ യൗവനങ്ങൾ, കുഞ്ഞുങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ആരും അവരെ സഹായിക്കാനില്ല. ഒന്ന് കുമ്പസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ, ഒന്ന് വിശുദ്ധ കുർബാന കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ജീവിതത്തിലുണ്ടായ തകർച്ച ഒന്ന് ഏറ്റുപറയണമെന്ന് ആഗ്രഹിക്കുന്നവർ, കർത്താവെ, അങ്ങനെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് ഈശോയുടെ സാന്നിധ്യം കൊണ്ട്, വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് കർത്താവെ ഇടപെടണം.
പാപത്തിൽ വീണുപോയവർ, ജീവിതത്തിൽ ചില ബന്ധനങ്ങളിൽ വീണു പോയിട്ടുള്ളവർ, കർത്താവേ അങ്ങ് കരുണ കാണിക്കണം. പിശാചിന്റെ പീഡയേറ്റ് പിടഞ്ഞു കിടക്കുന്ന ജീവിതങ്ങളിലേക്ക് ഈശോ കടന്നു വന്നില്ലേ? ഇതുപോലെ ലോകത്ത് തകർന്നു പോയ ഒത്തിരി ജീവിതങ്ങളുണ്ട്. മക്കളുടെ വഴിതെറ്റിയ ജീവിത അനുഭവങ്ങളിൽ തകർന്നുപോയ മാതാപിതാക്കൾ, കർത്താവെ ലഹരി പദാർത്ഥങ്ങളിൽ വീണുപോയിട്ട് ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പിടിമുറുക്കപ്പെട്ട തിന്മയുടെ അരൂപികളെല്ലാം തകർന്നു പോകാം. മക്കളെ, രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിച്ച് ദൈവം അനുകമ്പ കാണിക്കുന്നേ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കരുണ ചൊരിയുന്നേ, ഒന്ന് ഈശോയെന്ന് വിളിച്ച് സ്തുതിച്ച് യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അനുകമ്പ തോന്നണമേ, കരുണ തോന്നണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ തോന്നണമേ, ഞങ്ങളുടെ തകർച്ചയിൽ കരുണ തോന്നണമേ. യേശുവേ നന്ദി, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരുന്നേ. സ്തുതിയും പുകഴ്ചയും ഉണ്ടാ